ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 17. അസാധാരണമായ ധൈര്യം. എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോകണം, ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. 1478 ഇറ്റലിയിലെ ഫ്ലോറൻസിന്റെ ഭരണാധികാരിയായ ലോറൻസോ ഡി മെഡിസി തൻ്റെ ജീവനു നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അവരുടെ നേതാവിനെ ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യുവാൻ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. സാഹചര്യം വഷളായി. നേപ്പിൾസിലെ ക്രൂരനായ രാജാവ് ഫെറാൻഡെ ഒന്നാമൻ ലോറൻസോയുടെ ശത്രുവായി തീർന്നു. പക്ഷേ ലോറൻസോയുടെ ധീരമായ പ്രവൃത്തി എല്ലാം മാറ്റിമറിച്ചു. അദ്ദേഹം ഒറ്റയ്ക്ക് രാജാവിനെ നിരായുധനായി സന്ദർശിച്ചു. ഈ ധീരതയും അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവവും ചുറുചുറുക്കും ഫെറാൻഡെയുടെ പ്രശംസ നേടുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്തു. ദാനിയേലും ഒരു രാജാവിൻ്റെ ഹൃദയം മാറ്റുവാൻ കാരണമായി. ബാബിലോണിലെ ആർക്കും നെബൂഖദ്നേസർ രാജാവിനെ അസ്വസ്ഥമാക്കിയ സ്വപ്നത്തെ വിവരിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിഞ്ഞില്ല. ഇത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചു. ദാനിയേലും സുഹൃത്തുക്കളും ഉൾപ്പെടെ എല്ലാ ഉപദേശകരെയും വധിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ തങ്ങളെ വധിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന രാജാവിൻ്റെ സന്നിധിയിൽ തന്നെ കൊണ്ടുപോകണമെന്ന് ദാനിയേൽ ആവശ്യപ്പെട്ടു. നെബൂഖദ്നേസറിന്റെ മുൻപിൽ നിന്നുകൊണ്ട് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് ദാനിയേൽ സകല മഹത്വവും നൽകി. പ്രവാചകൻ സ്വപ്നത്തെ വിവരിക്കുകയും അതിൻ്റെ അർത്ഥം ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ നെബൂഖദ്നേസർ ദേവാദി ദൈവവും രാജാദി കർത്താവുമായ ദൈവത്തെ ആദരിച്ചു. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ ഉളവായ ദാനിയേലിൻ്റെ അസാധാരണമായ ധൈര്യം അദ്ദേഹത്തെയും കൂട്ടുകാരെയും മറ്റ് ഉപദേശകരെയും മരണത്തിൽ നിന്ന് രക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കൈമാറാൻ ധൈര്യവും മനസാന്നിധ്യവും ആവശ്യമുള്ള സമയങ്ങളുണ്ട്. ദൈവം നമ്മുടെ വാക്കുകളെ നയിക്കുകയും തത്സമയത്ത് എന്താണ് പറയേണ്ടതെന്ന അറിവും അത് നന്നായി പറയാനുള്ള കഴിവും ജ്ഞാനവും നൽകട്ടെ. ചിന്തിക്കുക, ആരുടെയെങ്കിലും ധൈര്യം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ദൈവത്തിനു വേണ്ടി ധൈര്യപൂർവ്വം പ്രവർത്തിക്കാനുള്ള ദൈവശക്തിയിൽ നിങ്ങൾക്ക് എങ്ങനെ ആശ്രയിക്കാം? ദൈവത്തിന് മഹത്വം.